നമ്മൾ രണ്ടാളും ഒരേപോലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ പറഞ്ഞത് ചെറിയ ഇങ്ങനെ ഒരു മറവീടൊരു പ്രശ്നമുണ്ട് കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഇവരോടല്ല എന്നോട്. എനിക്കിങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ എവിടെയോ എന്തോ ഒരു തകരാറ്. ശരിയല്ല. നീ ഇരിക്കുന്നത് എനിക്ക് കോൺഫിഡൻസ് തരാനാ. മനസ്സിലായില്ലേ? ക്യൂരിയോസിറ്റി. ഓ മൈ ഗോഡ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എന്നെപ്പറ്റി ഇരുന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നോർത്തിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളെയും കാണാൻ ഒരേപോലെ ഇല്ലേ? എൻ്റെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പിടിച്ചിരുത്തിയതാണ് ഇതിനെ. ഇത് ഞാൻ ലുലുമാളിന്ന് മേടിച്ചതാണ്. ഒരു രസമല്ലേ കാണാൻ? അന്ന് തൊട്ട് ഇതിങ്ങനെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് എന്നെപ്പറ്റി പറയാമെന്ന് പറഞ്ഞത്, എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്കൊന്നും ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അത് ഞാൻ തന്നെ പറയണം. സോ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതൊക്കെ പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് സജഷനായിട്ട് കമൻറ്റിൽ പറയുക. അപ്പം അത്രയൊക്കെയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നെപ്പറ്റിയാണ്. എൻ്റെ പേര് റിൽന എന്നാണ്. RILNA. പേരപ്പിന് താഴെ ഉണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഷാരു. ഞാനായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ ഷാരു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സോ എൻ്റെ നിക് നെയിമാണത്. ഞാൻ അതുകൂടെ ചേർത്തിട്ടാണ് എൻ്റെ യൂസർ നെയിം ആക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ പ്രൊഫഷൻ അത് ഞാൻ അഡ്വക്കേറ്റാണ്. ഞാൻ BBA LLB ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അഡ്വക്കേറ്റായിട്ട് ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ വീട് അത് ഒരു വലിയ കഥയാണ്. ഞാൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് നാൾ കോഴിക്കോടായിരുന്നു. അച്ഛൻ്റെ നാട് കണ്ണൂരാണ്, അമ്മയുടെ കോഴിക്കോടാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു 6 വർഷമായിട്ട് എറണാകുളത്താണ് കേട്ടോ. 7 വർഷമായിട്ട് എറണാകുളത്താണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ട് എറണാകുളത്താണ്. ഞാൻ മെയ് 14-നായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. മെയ് 14-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മെയ് 22-നാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചതല്ല. സംഭവം എൻ്റെ പ്രൊഫഷൻ LLB ഒക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ എനിക്ക് എന്തോ ഒരുമാതിരിയായിരുന്നു. പിന്നെ എൻ്റെ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്ത്, എന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞത് എൻ്റെ പേരൻസ് തന്നെയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. കാരണം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കുന്നതാണെങ്കിലും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി അബുദാബിയിലാണ്, കല്യാണമൊക്കെ കഴിച്ചു. അവരവിടെ തന്നെ സെറ്റിലാണ്. 2 കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു അനിയനുണ്ട്, പിന്നെ അച്ഛൻ്റെ അമ്മ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ ഒരു ചെറിയ ഫാമിലി ഇപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുകയാണ്. അതെനിക്ക് നല്ല സന്തോഷമുണ്ട്. കമൺ ഗൈസ്, ക്ലാപ്പ് ചെയ്യുക. ഇനിയും ഈ ഫാമിലി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അങ്ങോട്ട് ഒരു ജേണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണു. നിങ്ങളും കൂടെ വന്നാലാണ് എനിക്ക് ഈ ഒരു ജേണി ഞാൻ വിചാരിക്കുന്ന രീതിക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെയാണ് ബേസിക്സ് ആയിട്ടുള്ള എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഞാൻ ഇനി ചെയ്യാൻ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നെ അറിയിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെയുള്ള കേസ്. ബൈ.